ഹലോ ഓൾ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് അശ്വതി. അപ്പം നമ്മൾ 9th നവോദയയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു. കുറച്ച് വീഡിയോസ് ഓൾറെഡി പോയിട്ടുണ്ട്. എല്ലാവരും ബാക്കി വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്താണ് പറയുന്നത്? ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 240 മീറ്റർ. അതൊരു പോളിനെ പാസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കും കേട്ടോ. അതായത് ഒന്നൊരു പോൾ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റ് ആണ് കേട്ടോ. ഒരു പോസ്റ്റിനെ നമ്മുടെ ട്രെയിൻ പാസ് ചെയ്ത് പോവാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരെണ്ണം ഉണ്ടാകും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോമിനെ നമ്മുടെ ട്രെയിൻ പാസ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീതിയുള്ള ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് പോകുകയാണ് എന്ന് നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ്, ഓക്കെ, ഒരു പോളിനെ പാസ് ചെയ്ത് പോവാണ്, അത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നീളം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് വരുന്നത്, നമ്മുടെ ട്രെയിൻ പോവാണ്, ആ ട്രെയിൻ പോകുന്ന ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഇതിനെ, ട്രെയിനിന്റെ ലെങ്ത് എന്താണോ ആ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഇതിനെ കവർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അല്ല. അപ്പൊ എന്തായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? പോള് നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് കണക്കാക്കുകയാണ്. സോ ഇത് കവർ ചെയ്യാനുള്ള നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്താണ്? നമ്മുടെ ട്രെയിനിന്റെ ലെങ്ത് ആണ് കേട്ടോ. ട്രെയിനിന്റെ ലെങ്ത് ആണ്. ഇനി അതല്ല വല്ല പ്ലാറ്റ്ഫോം ആണ്, വേറെ എന്തെങ്കിലും കുറച്ച് വീതിയുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഡിസ്റ്റൻസിന് ഒരു വ്യത്യാസം വരും. അവിടെ ഡിസ്റ്റൻസ് എന്താ വരിക? പ്ലാറ്റ്ഫോം ആണെങ്കിൽ ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം പ്ലസ് നമ്മുടെ ട്രെയിനിന്റെ ലെങ്ത് ആണ്, ട്രെയിൻസ് ലെങ്ത്. അപ്പൊ അവിടെ നമുക്ക് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ട് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് നമ്മൾ എടുക്കുന്ന എന്താണ്? ഈ പ്ലാറ്റ്ഫോമിന്റെ ഡിസ്റ്റൻസ് അല്ലേ. ഈ ട്രെയിനിന്റെ ഓരോ പോയിന്റും നമുക്ക് ആ പ്ലാറ്റ്ഫോമിന്റെ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകണം. അപ്പൊ എന്താണ്? പ്ലാറ്റ്ഫോമിന്റെതും പ്ലസ് നമ്മുടെ ട്രെയിനിന്റെയും കൂടെ ലെങ്ത്, അത് കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് രണ്ട് കേസിലും നമുക്ക് ക്ലിയർ ആയില്ലേ? ഇതിൽ നമ്മൾ രണ്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വണ്ണിൽ നമുക്ക് പോളാണ്. പോള് വരുമ്പോൾ നമുക്ക് എന്താണ്? ഡിസ്റ്റൻസ് നമ്മുടെ ട്രെയിനിന്റെ ലെങ്ത് ആണ്, 240 മീറ്റർ ആണ്. ആൻഡ് ടൈം ഇസ് ഗിവൺ ആസ് 24 സെക്കൻഡ് അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡിസ്റ്റൻസ് ആൻഡ് ടൈം തന്നു കഴിഞ്ഞാൽ വേറെ എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ ഉണ്ടാവുക? സ്പീഡ് ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, വിച്ച് ഇസ് 240 ബൈ 24. എത്രയാ വരിക? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഈ സ്പീഡ് ചേഞ്ച് ആയി എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മൾ അടുത്ത് പറയുമ്പോൾ എന്താണ്? നമ്മൾ വേറൊരെണ്ണത്തിന് പ്ലാറ്റ്ഫോമിനെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് എന്തായാലും മാറും നമുക്ക് ഉറപ്പിക്കാം. ടൈം ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ ചേഞ്ച് ചെയ്യാത്ത ആരാണ്? സ്പീഡാണ്. സ്പീഡ് നമുക്ക് കിട്ടിയില്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്തായിട്ട് വരും? 650 നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെതും ഉണ്ട്, 240 നമ്മുടെ ട്രെയിനിൻ്റെതും ഉണ്ട് അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ കവർ ആവുന്നത്? 0, 9, 890 മീറ്റർ ആണ് കവർ ആവുന്നത് അല്ലെ. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ. 890 ബൈ 10, 89 സെക്കൻഡ്സ് ആണ് വരാം. കിട്ടും എല്ലാവർക്കും? ഇവിടെ ഉണ്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 3 എണ്ണം വരും കേട്ടോ. സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം വരും. ആൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ടൈമിന് ഇങ്ങോട്ട് എടുക്കുകയാണ്. സോ സ്പീഡ് ഇൻ ടു ടൈം ഡിവൈഡ് ചെയ്തതായതുകൊണ്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. ആൻഡ് ടൈം ആണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നതെങ്കിൽ ടൈം ഇവിടെ മുകളിലേക്ക് പോകും. ആൻഡ് സ്പീഡ് ഇവിടെ നമുക്ക് എന്താ പറയാ, ഇങ്ങനെയാ ചേഞ്ച് ആവുന്നു കേട്ടോ. അതായത് 1 by 1 വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. എങ്ങനെ വന്നു എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ടൈം ആണ് നമുക്ക് വേണ്ട. ടൈമിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. സ്പീഡ് ഓൾറെഡി അവിടെ ഉണ്ട്. ആൻഡ് ഡി ഈസ് ഹിയർ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ടൈം ഈക്വൽ ടു എന്നാണ് വേണ്ടത്. സ്പീഡിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. സ്പീഡ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകും. സോ എങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പൊ സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഈക്വൽസ് സ്പീഡ് ഇൻ ടു ടൈം. ഇനി ടൈം ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 3 ഇക്വേഷനും പഠിച്ചു വെക്കാം. നമുക്ക് എന്താണ് അവിടെ ചോദിക്കുന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ?
50% ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽസ് 30% ഓഫ് എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ എക്സ് വാട്ട് പെർസെന്റ് ഓഫ് എക്സ് ഇസ് വൈ. ഓക്കെ, എക്സിന്റെ എത്ര പെർസെന്റേജ് ആണ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. 50% ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽസ് 30% ഓഫ് എക്സ് പ്ലസ് വൈ. ഇത് നമ്മൾ കംപ്ലീറ്റ് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. 50% എന്ന് പറഞ്ഞാൽ 50/100. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എക്സ് മൈനസ് വൈ ഈക്വൽസ് 30% എന്ന് പറഞ്ഞാൽ 30/100 ആണ്. ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് ഒരേ സ്ഥലത്ത് ഇപ്പം ഡിനോമിനേറ്ററിൽ 100 ഉണ്ട്, ഇവിടെയും ഡിനോമിനേറ്ററിൽ തന്നെ 100 ഉണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഇപ്പുറത്തോട്ട് എടുത്ത് നോക്കിയേ. ഇവിടെ ഡിവിഷൻ ആയിട്ടുള്ള ഒരെണ്ണം ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവില്ലേ? ഇത് ഇൻറ്റു 100 എന്ന് പറഞ്ഞല്ലേ ഇവിടെ വരുന്നത്. സോ അവർ തമ്മിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാമോ? രണ്ടിലും കോമൺ ആയിട്ടൊരു 0 ഉണ്ട്. മുകളിൽ തന്നെയാണ്, ന്യൂമറേറ്ററിൽ തന്നെയാണ്. അതും അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ 13 ഇപ്പുറത്തോട്ട് എടുത്താലും എന്തായിരിക്കും? 50/30. കണ്ടോ, അത് 10ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് അവിടെ കട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അതായത് അതേ സൈഡിൽ തന്നെ ഡിഫറൻസ് ഒന്നും വരുത്താതെ, സൈഡ് ചേഞ്ച് ചെയ്യാതെ നമ്മൾ അതങ്ങ് കട്ട് ചെയ്തേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 5 into x minus y equals 3 into x plus y. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 5 into x minus y equals 3 into x plus y. 5x minus 5y equals 3x plus 3y. ഒരേ സൈഡിലേക്ക് എടുക്കാം നമുക്ക്. എക്സും വൈയും രണ്ട് സൈഡിൽ നമുക്ക് കിട്ടണം. അപ്പോൾ എക്സിന്റെ എത്ര പെർസെന്റേജ് ആണ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് രണ്ടും രണ്ട് സൈഡിൽ കിട്ടണം. നമുക്ക് ഒരേ വേരിയബിൾസ് ഒരേ സൈഡിലേക്ക് എടുക്കാം. 5x minus 3x equals 3y plus 5y. ഇവിടെ പോസിറ്റീവ് ആയിരുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ നെഗറ്റീവ് ആയി. ഇവിടുത്തെ നെഗറ്റീവ് അപ്പുറം പോസിറ്റീവ് ആയി. സോ 2x equals 8y എന്ന് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡിവൈഡ് ചെയ്യാം കേട്ടോ. നമുക്ക് 2നെ ഇപ്പുറത്തേക്ക് എടുത്താൽ x equals 4y. ഇത്രയും എല്ലാവർക്കും കിട്ടിയോ? x equals 4y. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? y എക്സിന്റെ എത്ര പെർസെന്റേജ് എന്നാണ് കേട്ടോ. അപ്പോൾ y എക്സിന്റെ എത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ y ഈക്വൽസ് എത്രയാണ് എന്ന് നോക്കണം. y ഈക്വൽസ് x/4 ആണ്. 4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ എന്താണ്? y എന്ന് പറയുന്നത് എക്സിന്റെ 1/4 ആണ് അല്ലെ? 1/4 ആണ്. 1/4 എന്ന് പറയുമ്പോൾ ഇനി ഇത് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/4 അല്ലെ? 1/4 എന്ന് പറയുന്നത് പെർസെന്റേജിലേക്ക് എന്ത് ഫ്രാക്ഷനും ആയിക്കോട്ടെ, ഫ്രാക്ഷൻ നമുക്ക് ഫ്രാക്ഷൻ ഓർ ഡെസിമൽ രണ്ട് ആണെങ്കിലും നമുക്ക് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 ചെയ്താൽ മതി കേട്ടോ. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 100/4 അല്ലെങ്കിൽ 25% എന്ന് പറയാം. ഓക്കെ, അപ്പൊ എത്രയാണ്? 25% ആണ് കേട്ടോ ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, കൂടുതൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. അതായത് നമ്മുടെ ഇവിടുത്തെ ഈ സ്റ്റെപ്സ് നിങ്ങൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ടൈം വളരെ ഷോർട്ട് ആയിരിക്കും. സോ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇൻവേഴ്സ്ലിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ഇൻവേഴ്സ്ലി വേരി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ഏതൊക്കെയുണ്ട്? സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് അല്ല, അതായത് സ്പീഡ് കൂടുമ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് കൂടുമോ കുറയുമോ? നമ്മൾ സ്പീഡ് കൂടിയാൽ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാം അല്ലെ? ഇനി ഡിസ്റ്റൻസ് കവേർഡ് ആൻഡ് ടാക്സി ഫെയർ. അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്തോറും നമ്മുടെ ടാക്സി ചാർജ് കൂടുമോ കുറയുമോ? ടാക്സി ചാർജ് കൂടത്തേ ഉള്ളൂ അല്ലെ, കുറയില്ല. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ടൈം ടേക്കൺ. കൂടുതൽ ദൂരം പോകും തോറും കുറച്ച് സമയമാണ് എടുക്കുക, കൂടുതൽ സമയമാണ് എടുക്കുക? കൂടുതൽ സമയം എടുക്കും അല്ലെ? അടുത്തതോ സ്പീഡ് ആൻഡ് ടൈം ടേക്കൺ.
സ്പീഡ് കൂടുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എത്താനുള്ള സമയം കൂടുകയാണോ കുറയാണോ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. ടൈം കുറച്ച് മതി. സ്പീഡ് കൂടുമ്പോൾ ടൈം കുറച്ച് മതി. അപ്പൊ ഇതിൽ ഏതാണ് ഇൻവേഴ്സ്ലി വരുന്നത്? ബാക്കിയെല്ലാം ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ മാത്രം ഒന്ന് കൂടുമ്പോൾ നേരെ തലതിരിച്ചാണ് അല്ലെ, ഇൻവേഴ്സ് ആണ്, ഒന്ന് കുറയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏതാണ്? ഡി ആണ്. എല്ലാവർക്കും കിട്ടിയോ? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാരും കണ്ടോ? അത് നിങ്ങൾക്ക് പല മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡിവിഷൻ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയാണ്. ആദ്യം എന്താണ്? ഗ്രൂപ്പിംഗ് ഉണ്ട്. ഗ്രൂപ്പ് ചെയ്തു നമ്മള്. സോ 73. അതിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ വരുന്നത്? 8ന്റെ സ്ക്വയർ അല്ലെ. 8ന്റെ സ്ക്വയർ 64 വരും. 9 വന്നു കഴിഞ്ഞാൽ നമുക്ക് 81ലേക്ക് പോകും. വലുതാണ്, നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 8 സ്ക്വയർ. സോ 8 × 8 64. നമ്മൾ ലോങ് ഡിവിഷൻ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ അല്ല, നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന നമ്പർ. നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് രണ്ടും എന്തേ വരാൻ പാടുള്ളൂ? സെയിം നമ്പറേ വരാനുള്ളൂ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 9 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത ഗ്രൂപ്പ് ഇറക്കി എഴുതണം അല്ലെ. അടുത്ത ഗ്രൂപ്പ് ഇറക്കി എഴുതാനായിട്ട് അത് പോയിന്റിന് ശേഷമാണ്. പോയിന്റിന് ശേഷമുള്ള എന്തും ഇറക്കി എഴുതണമെങ്കിൽ ഡെസിമൽ പോയിന്റ് ഇട്ട ശേഷം മാത്രമേ നമുക്ക് ഇറക്കി എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് 8 കിട്ടി. അടുത്ത എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഈ 8 + 8 അല്ലെ. 8 + 8 അതെന്താണ്? 16 ആണ്. 16 ഉണ്ടാകും. ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് വേറെ നമ്പർ ഉണ്ടാകും. സെയിം നമ്പർ നമ്മൾ മുകളിലും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്ര ടൈം ആയിരിക്കും? നമുക്ക് ഓപ്ഷനിൽ എന്തായാലും 8.6 ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 6 and 6 അല്ലെ. 6 6 are 36. 3 വരും. 36 39 3 and 9. കണ്ടോ? സെയിം നമ്പർ നമുക്ക് കിട്ടി. 0 ആയി. സോ വി ക്യാൻ എൻഡ് ഇറ്റ് ഹിയർ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ സ്ക്വയർ റൂട്ട്? 8.6 ആണ്. കണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഡെസിമൽ എടുത്തത്, എന്തുകൊണ്ടാണ് നമ്മൾ ഒരേ നമ്പർ എടുത്തത് എന്നൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ മന്ത് കുറെ ഇപ്പൊ കഴിഞ്ഞു അല്ലെ. നമ്മുടെ നവോദയയുടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തൊക്കെ തുടങ്ങിയിട്ട് കുറെ മന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം ഒക്കെ ഇങ്ങനെ അടുത്ത് തുടങ്ങി. നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് വെക്കേഷൻസ് ഉണ്ടാവും, വേറെ നിങ്ങളുടെ സ്കൂളിലെ എക്സാംസ് വരും. അപ്പൊ ടൈം വളരെ ഷോർട്ടാണ്. നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഇപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. നിങ്ങൾക്കൊരു ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ടീച്ചർ ലൈവായിട്ട് ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ടോപ്പിക് വൈസ് ഓരോന്നും കവർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും ഓരോ ടോപ്പിക്സിന്റെ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെന്റർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിനെ അപ്പൊ തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. നമ്മുടെ എക്സാമിന് ടൈം ബേസ്ഡ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കുറേ വർക്ക്ഷീറ്റ്സും വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസിനുള്ള മെറ്റീരിയൽസും എക്സാംസും ഒക്കെ നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്